പറന്ന് നടക്കാനുള്ള ലൈസൻസ്. പിന്നെ അവർ ഈ വേണ്ടാതീനങ്ങൾ കാണിച്ചു കൂട്ടുന്നതിന് അവർ തെറ്റ് പറയാൻ പറ്റുമോ? പിന്നെ തോന്നിയവാസമല്ലേ, തോന്നിയ പോലെ എന്തും ആവാം. ഇഷ്ടം പോലെ പണം, ആരും ചോദിക്കാനും പറയാനും ഇല്ല. താലി കെട്ടിയ ഒരു ഭർത്താവ്, ഒരു കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു താക്കീത് ചെയ്താൽ അപ്പം അവിടെ ഡിവോഴ്സായി, പിന്നെ അടുത്ത ആളെ നോക്കായി. അതും പറ്റിയില്ലേ, വീണ്ടും പിന്നെ ഇങ്ങനെ 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 എത്ര വേണേലും ആവാം. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നത് അല്ലേ? അയ്യോയ്യോ, അറിയില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ സജന സജന നോറ ഫിറോസ് കുറച്ച് കാലം കൂടെ ഉണ്ടായിരുന്നു. ബിഗ് ബോസിലൊക്കെ അവർ ഒന്നിച്ച് പോയിട്ട് ആടി തിമർത്തതാണ്. എന്തൊക്കെയായിരുന്നു അല്ലേ, നമ്മൾ കുറേ കണ്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചിറങ്ങി രണ്ടാളും രണ്ട് ദിക്കിലേക്കായി. ഇപ്പോൾ കേൾക്കുന്നു പ്രഗ്നൻ്റാണ്, 2 മാസം. സജന പ്രഗ്നൻ്റാണ്, ആളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നല്ലൊരു വ്യക്തി, കുടുംബം നല്ലപോലെ കൊണ്ടു നടക്കുന്ന ഒരു നല്ല പിതാവ്, നല്ല രണ്ട് മക്കൾ, അത് അറിവായ മക്കൾ, കുഞ്ഞു മക്കളൊന്നുമല്ല. അച്ഛനോടൊപ്പം തന്നെ എത്തിയ 2 മക്കൾ. ഭാര്യ ഇപ്പോൾ ഒരു പേഷ്യൻ്റാണ്. ആ സമയത്ത് ആൾക്ക് ഇങ്ങനെ തോന്നിയത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. സജിനയാണെങ്കിൽ ഓക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ അവർ തമ്മിൽ 4 വർഷമായി എന്ന് പറയുന്നുണ്ട്, അവർ തമ്മിലൊരു ബന്ധം തുടങ്ങിയിട്ട്. 2 വർഷമായിട്ടുള്ളൂ ഫിറോസായിട്ടുള്ള ഡിവോഴ്സ് നടന്നിട്ട്. അപ്പോൾ അതിനു മുമ്പേ ഈ റസൂൽ പൂക്കുറ്റിയായിട്ട്, പൂക്കുട്ടി എന്നാണ് ആൾക്കാർ പറഞ്ഞത്, ഇപ്പോൾ പൂക്കുറ്റിയാക്കുന്നുണ്ട്. അതിൽ MG സുകുമാറിനും പിടിച്ചിടുന്നുണ്ട്. അപ്പോൾ 4 വർഷമായി ഇവരിങ്ങനെ ബന്ധം തുടങ്ങിയിട്ട്. 2 വർഷം ആവുന്നുള്ളൂ ഫിറോസായിട്ടുള്ള ഡിവോഴ്സായിട്ട്. അപ്പോൾ അതിനു മുമ്പേ ഇങ്ങനെ ഇവർ തമ്മിൽ കണക്ഷനായിരുന്നു. ഇപ്പോൾ ഭാഗ്യവശാൽ, ഭാഗ്യക്കേടാണോ ഭാഗ്യം ഉള്ളത് കൊണ്ടാണോ അറിയില്ല, സജന പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. റസൂൽ പൂക്കുട്ടിയുടെ കുട്ടിയാണെന്ന് സജന തന്നെ പറയുന്നു. ഒരു DNA ടെസ്റ്റൊക്കെ ചിലപ്പോൾ നടത്തേണ്ടതായിട്ട് വരുമായിരിക്കാം ഭാവിയിൽ. എങ്കിലും സജന ഇപ്പോൾ ഈ റസൂൽ പൂക്കുട്ടി ഇത് നിരാകരിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. 2 വലിയ മക്കളുടെ പിതാവ്, ഭാര്യയുണ്ട്, കുടുംബം കുഴപ്പമില്ലാത്ത രീതിയിൽ നോക്കിക്കൊണ്ട് പോയൊരു മനുഷ്യനാണ്. ആ സമയത്താണ് ഇങ്ങനൊരു വീക്ക്നെസ്, ഭാര്യ ഇങ്ങനെ വയ്യാത്ത അവസ്ഥയിൽ വന്നപ്പോഴേ. പക്ഷേ ഇങ്ങനെ പ്രഗ്നൻ്റ് ആവുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അയാൾ അതിനെ നിരസ്കരിച്ചു. എൻ്റെ അല്ല എന്ന് പറഞ്ഞപ്പോൾ സജന എന്ത് ചെയ്തു, അടുത്ത പടി കടന്നു. 3 ലക്ഷം രൂപ വേണം. അല്ല, നല്ലൊരു ബന്ധത്തിലൊക്കെ പോയിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനൊരു വാതുവെപ്പ്, ഒരു സാമ്പത്തിക ത്തിൻ്റെ ഒക്കെ ഇങ്ങനെയുള്ള ഒരു വാക്ക് തർക്കത്തിലേക്കൊക്കെ എത്തുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെ ഒരു കുട്ടി ജന്മം കൊണ്ടത്. ഏതായാലും റസൂൽ പൂക്കുട്ടി ഒരിക്കലും ഇത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ സംഭവിക്കുന്നുള്ളതേ. നല്ലൊരു വ്യക്തി അല്ലേ, ഓസ്കാർ പുരസ്കാരമൊക്കെ വാങ്ങിച്ച് നല്ല ജനഹൃദയങ്ങളിലൊക്കെ നല്ലൊരു പേഴ്സൺ എന്ന് വിചാരിച്ചിരുന്ന അദ്ദേഹത്തിനാണ് ഇങ്ങനെയൊരു വീഴ്ച പറ്റിയിരിക്കുന്നത്. ശബ്ദങ്ങളുടെ മായാലോകം പടുത്തുയർത്തിയ മഹാനായ ഒരു വ്യക്തി റസൂൽ പൂക്കുട്ടി എന്തായി ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു സ്ത്രീയിൽ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തിരിക്കുന്നു. ആകെ പോയില്ലേ, പേരാകെ പോയി. സജനെ നമുക്കറിയാം. സജന ആദ്യ ഭർത്താവിന് ഒരു കുട്ടി ഉണ്ടായി, എന്നിട്ട് അത് ഡിവോഴ്സാക്കിയിട്ട് ഫിറോസിനെ കല്യാണം കഴിച്ചു. ഫിറോസിൽ നിന്നും ഒരു കുട്ടി ഉണ്ടായി, അതും ഡിവോഴ്സാക്കി. അടുത്ത ഒരു കുട്ടീനെ ഗർഭം ധരിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഏതാണ്ട് നമുക്ക് ആ ലേഡിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഈ റസൂൽ പൂക്കുട്ടി ഇപ്പം പലരും പറയുന്നു കോഴിയാണ് എന്നൊക്കെ. പക്ഷേ എങ്ങനെ കോഴിയാണെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ കുടുംബം നോക്കിക്കൊണ്ടു പോകുന്ന ഒരു അച്ഛനായിരുന്നു. അദ്ദേഹത്തിനാണിപ്പോൾ ഈ പാളിച്ച പറ്റിയിരിക്കുന്നത്. എങ്ങനെ മക്കളുടെ മുഖത്ത് നോക്കൂലേ, അതുപോലെ തന്നെയാണ് ഈ സജനയുടെ കാര്യം. 2 അറിവായ മക്കളുണ്ട്. ആ മക്കളുടെ മുന്നിലാണ് മൂന്നാമത് ഇങ്ങനെ വയറും വീർപ്പിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. സജന തന്നെ പല ഇൻ്റർവ്യൂകളിലും പറയുന്നുണ്ട്, ഈ ഫിറോസിനെ ഒരു നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം
ഫിറോസിൻ്റെ മോൻ അവന് അപ്പനെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അപ്പനെ കുറിച്ചൊരു നെഗറ്റീവ് പറയുന്നത് അവന് വിഷമമുണ്ടാക്കിയാലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊന്നും പറയില്ല എന്നാണ് സജന പറഞ്ഞത്. അതുപോലെ തന്നെ ഫിറോസിൻ്റെയും സജനയുടെയും ബന്ധം വേർപെടുത്താൻ അതിൽ മൂന്നാമതൊരാളുടെ പങ്കില്ല എന്നും സജന പറയുന്നുണ്ട്. അല്ലാതെ ഇവർക്ക് തമ്മിൽ പരസ്പരം ധാരണയോട് കൂടിയിട്ട് ബന്ധം വേർപെടുത്തുന്നതാണെന്ന് സജന ഘോരം പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരാളുടെ അവിഹിത ഗർഭം ധരിച്ച് ഇപ്പോൾ സജന തന്നെ അത് വെളിപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. ഇതാണ് പറയുന്നത്, പണം പിന്നെ നിയന്ത്രിക്കാൻ ഒരു ആളില്ലാത്തത്. ഇത് രണ്ടും മനുഷ്യനെ എത്രത്തോളം വഴിപെട്ട നിലകളിലേക്കൊക്കെ എത്തിക്കാവോ അത്രത്തോളം എത്തിക്കും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.